നബിതങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരാൾക്കും ലോകത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കൊടുത്ത ആയുസ് മുഴുവനും ആ പ്രവാചകന്റെ ജീവിത ചരിത്രം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചാലും ആ ആയുസ് മതിയാകില്ല നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു തരാൻ. ആ നബിതങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്ക്. അഷ്റഫുൽ ഖൽഖ് എന്ന ഒരു പ്രയോഗം നമ്മൾ എപ്പോഴും നടത്താറുണ്ട്. നബിതങ്ങളെ നമ്മൾ അഷ്റഫുൽ ഖൽഖ് എന്ന് വിളിക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നബിതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ ആ പടച്ചിരിക്കുന്ന സർവ്വചരാചരങ്ങളിലും ഒന്നാമത്തെ സ്ഥാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ലോകത്ത് അല്ലാഹു പടച്ചിരിക്കുന്ന സർവ്വചരാചരങ്ങൾ, ആകാശവും ഭൂമിയും, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനും ജിന്നുകളും കടലും കായലും കരയും, എന്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിനാണോ മഹത്വം കൂടുതൽ, അതോ നബിതങ്ങൾക്കാണോ മഹത്വം കൂടുതൽ? ആർക്കാ മഹത്വം കൂടുതൽ? ആർക്കാ? നബിതങ്ങൾക്ക്. കാരണം എന്തേ? ഈ സ്വർഗം പടയ്ക്കാൻ കാരണക്കാരൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഈ സ്വർഗം തന്നെ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുത്തുനബിയാ.